മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുത്തുനബിയെ, നിങ്ങളെ കൂട്ടുകാരനുണ്ടല്ലോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ടാണ് ഖദീജ ബീവി പറയുന്നത്. ആ കൂട്ടുകാരൻ വന്നാൽ നിങ്ങൾ എന്നോടൊന്ന് പറയണേ. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് മുത്തുനബി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു. അപ്പോൾ ഖദീജ, ഇതാ ജിബ്രീൽ വന്നിട്ടുണ്ട്. അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വന്നു. എന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, മുത്തുനബിയെ, എൻ്റെ ഇടത്തെ തുടയിൽ നിങ്ങളിരിക്കൂ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി പറഞ്ഞതുപോലെ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇടത്തെ തുടയിലിരുന്നു. അപ്പോൾ ഖദീജ ബീവി ചോദിച്ചു, ഇപ്പോൾ നിങ്ങളെ കൂട്ടുകാരൻ നിങ്ങൾ കാണുന്നുണ്ടോ? മുത്തുനബി പറഞ്ഞു, ഊവ്, അതേ കാണുന്നുണ്ട്. എങ്കിൽ എൻ്റെ വലത്തെ തുടയിൽ നിങ്ങളിരിക്കൂ. അങ്ങനെ മുത്തുനബി വലത്തെ തുടയിലിരുന്നു. അപ്പോഴും ചോദിച്ചു, നിങ്ങളെ കൂട്ടുകാരനെ കാണുന്നുണ്ടോ? മുത്തുനബി പറഞ്ഞു, ഊവ്, അതേ കാണുന്നുണ്ട്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്നാൽ നിങ്ങൾ എൻ്റെ മടിയിൽ നല്ലപോലെ ഇരിക്കൂ. അങ്ങനെ മടിയിൽ നല്ലപോലെ ഇരുന്നു. അപ്പോഴും ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരനെ ഇപ്പോൾ കാണുന്നുണ്ടോ? മുത്തുനബി പറഞ്ഞു, അതേ, ഊവ്, കാണുന്നുണ്ട്. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ബാക്കിൽ നിന്ന് മൂടുപടം അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ചോദിച്ചു, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരനെ കാണുന്നുണ്ടോ? അപ്പോൾ മുത്തുനബി പറഞ്ഞില്ല, അദ്ദേഹം മറഞ്ഞു. അപ്പോഴാണ് മുത്തുനബി നോക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഖദീജ ബീവി മുഖത്ത് നിന്ന് മൂടുപടം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മുത്തുനബിയോട് പറഞ്ഞു, നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത് പിശാചൊന്നുമല്ല, മലക്ക് തന്നെയാണ്. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. കൂർമ്മ ബുദ്ധിയും ബുദ്ധിശാലിയും തൻ്റെടിയുമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ സമയം തന്നെ ഉമ്മയായും ഭാര്യയായും കാമുകിയായും പെങ്ങളായും മകളായും എല്ലാം പരിവർത്തനം ചെയ്ത് മുത്തുനബിയെ പരിപൂർണ തോതിൽ സ്നേഹിച്ചവരാണ് അവർ. മുത്തുനബി പറയുന്നുണ്ട്, ലോകത്ത് പൂർണ്ണതയിലെത്തിയ 3 സ്ത്രീകളെക്കുറിച്ച്. അത് ഒന്ന് ഇമ്രാൻ്റെ മകൾ മറിയം ബീവിയാണെങ്കിൽ, രണ്ടാമത്തത് ഫിറഔനിൻ്റെ ഭാര്യയായിരുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹ, മൂന്നാമത്തത് ഖുവൈലിദിൻ്റെ മകൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ലോകത്ത് പൂർണ്ണതയിലെത്തിയ സ്ത്രീകൾ. ആ മഹദി വഫാത്തായത് ഹിജറയുടെ 3 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് റമദാനിലാണെന്നും അല്ല എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. റമദാനിൽ തന്നെ 10-ലാണെന്നും 3-ലാണെന്നും പറഞ്ഞവരുമുണ്ട്. ഏതായാലും അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.